സംസാരിക്കാനായി ക്ഷണിക്കുന്നത് നിരണം ഭദ്രാസനം മത്തമ്പ്രയം വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമീപ ഇടവകയായ പുറമറ്റം ഊർസലേം സെൻറ്റ് മേരീസ് ഊർസലേം പള്ളി അംഗം ആയിരിക്കുന്ന ജോജി എം എബ്രഹാം അച്ഛനെയാണ്. തിരുമേനി, ആദരണീയനായ ഡോക്ടർ റജി മാത്യു അച്ഛൻ, ബഹുമാനനായ അഡ്വക്കേറ്റ് ബിജു അമ്മൻ സാർ, പ്രിയപ്പെട്ട ജിജി അച്ഛൻ, പ്രിയപ്പെട്ട സജി മാമ്പർക്കുറി സാറ്, സഹോദരങ്ങളെ, സ്നേഹിതരെ, പല രീതികളിൽ മതഗ്രന്ഥങ്ങളെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അതിൽ സർവ്വസാധാരണവും പൊതുവെ സ്വീകാര്യവുമായ രീതി ഒരു ദിനചര്യയുടെ ഭാഗമായി ഏതെങ്കിലും വേദഭാഗം ക്രമമായി വായിച്ചു വരുന്ന ഒരു പഴയ ശീലമാണ്. മറ്റൊന്ന്, കുറേ കൂടി ഗൗരവത്തോടെ മതഗ്രന്ഥങ്ങളെ സമീപിക്കുകയാണ്. അതിനെയാണ് ഒരു തരത്തിൽ നമ്മൾ പഠനം എന്ന് വിശേഷിപ്പിക്കുക. പഠനങ്ങൾക്കെല്ലാം മൗലികമായ ചില പ്രത്യേകതകളും അടിസ്ഥാന പ്രമാണങ്ങളും ഉണ്ടാവുക. ഓരോ വിഷയവും ഓരോ മെത്തഡോളജിയിലാണ് പഠിക്കുക. അപ്പം ഉറപ്പാണ് വേദപുസ്തക പഠനത്തിനും ഒരു രീതിശാസ്ത്രം ഉണ്ടാവും. ഭാരതീയ വേദപാരമ്പര്യത്തിൽ അറിവുകളുടെ അന്വേഷണത്തിന് ഒരു ഗുരു അനിവാര്യമാണ്. ഗുരുവില്ലാതെ അറിവിൻ്റെ അന്വേഷണം പൂർണ്ണമാവില്ല എന്നതാണ് തത്വം. സർവദാ യോഗ്യനായ ഒരു ഗുരു ചാരയുള്ളപ്പോൾ ആ ഗുരു സാന്നിധ്യം പ്രയോജനപ്പെടുത്തുവാൻ ഈ ഇടവകയിലെ യുവജന പ്രസ്ഥാനം കാണിക്കുന്ന ഈ നല്ല പരിശ്രമത്തെ ഏറെ സന്തോഷത്തോടെ ശ്ലാഘിക്കുന്നു. ഇത് ഏറെ ഫലകരമായി മുന്നോട്ട് പോകുവാൻ വലിയവനായ ദൈവം പ്രിയപ്പെട്ട റജി അച്ഛനെ ആത്മാവിൽ നിറച്ച് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദവചനമാണല്ലോ ഒരു ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടുന്നതും അനുദിനം ക്രമപ്പെടുത്തേണ്ടുന്നതും. നിർഭാഗ്യവശാൽ ഈ വാചനത്തിൻ്റെ മാസ്മരികമായ സ്വാധീനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അഥവാ ബലഹീനമായി പോയി എന്നതാണ് നാം കുറേ കൂടി ഗൗരവത്തോടെ തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ കുറേ കൂടി മെച്ചപ്പെടുത്തുവാൻ, ഗുണപരമായി രൂപപ്പെടുത്തുവാൻ ഈ പഠനം സഹായിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ പഠന പദ്ധതിക്ക് എല്ലാ നന്മകളും നേരുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.